പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നന്നായി തന്നെ ഇരിക്കണം, സന്തോഷമായിരിക്കണം. മനസ്സിലായോ? ലോകത്തിൽ ജീവിക്കുന്നതുവരെ നമ്മൾ കടന്നു പോകുന്ന പാതയിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടന്നെന്നിരിക്കും. എന്നാൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും തളർന്നു പോവാതിരിക്കാൻ യേശുവിനെ ഓർത്തുകൊണ്ട് യേശുവോടൊത്ത് നടക്കണം. അതുകൊണ്ടാണ് ദൈവത്തോടൊത്ത് നടക്കുന്നതിനായി ദിവസവും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നും ഒരു വേദവാക്യത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം 141 സങ്കീർത്തനം 4 വാക്യത്തിൽ ഒരു മനുഷ്യൻ പറയുന്നു, ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. ദൈവമേ, എന്റെ ഹൃദയത്തെ അങ്ങ് കാത്തു സൂക്ഷിക്കണം. എന്റെ ഹൃദയം ഇത്തരം കാര്യങ്ങളിലേക്ക് ചായാൻ പാടില്ല. എന്ത് കാര്യം? ദുഷ്പ്രവർത്തിക്കാരോട് ചേർന്ന് ഞാൻ ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈവിൾ തിങ്സ്, തെറ്റായ ഒരു കാര്യത്തെ ഞാൻ ചെയ്യാൻ പാടില്ല. ചില ദുഷിച്ച മനുഷ്യർ എന്റെ കൂടെ ഉണ്ടായിരിക്കാം. അവരുടെ കൂടെ ചേർന്ന് ഒരു തെറ്റായ കാര്യം ചെയ്യാതിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഇത് നല്ലൊരു പ്രാർത്ഥനയല്ലേ? നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നിങ്ങൾ നേരുള്ളവരായി നടക്കണം എന്ന് വിചാരിക്കും. പക്ഷേ കൂടെയുള്ളവർ നിങ്ങളോട് കുറേശ്ശെ പറഞ്ഞ് അവര് തെറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങളെക്കൊണ്ടും തെറ്റ് ചെയ്യിക്കാനായി നിങ്ങളെ അവർ മാറ്റും. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കൈക്കൂലി വാങ്ങാതെ ഒരാൾ നീതിയും നേരുമുള്ളവനായിരിക്കുമോ? കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ? അയാൾ കൈക്കൂലി വാങ്ങുന്നത് കൊണ്ട് അയാളുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തും. ഞാൻ വാങ്ങുന്നു, ഇവൻ വാങ്ങുന്നില്ല. അപ്പോൾ എന്തു ചെയ്യും? നിങ്ങളെയും കൈക്കൂലി വാങ്ങാനായി പാപം ചെയ്യിക്കണം. ഈ ഈവിൽ കാര്യത്തെ തെറ്റ് ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നല്ലോ. ഹേയ്, ബുദ്ധിയുണ്ടോ നിനക്ക്? എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. മന്ത്രി ചെയ്യുന്നു, ഓഫീസേഴ്സ് ചെയ്യുന്നു, അവര് ചെയ്യുന്നു, ഇവര് ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു. നമുക്കും ഈ ലോകത്ത് ജീവിക്കണല്ലോ. നീ മാത്രം തനിച്ച് വിശുദ്ധനായി വാങ്ങാതിരുന്നിട്ട് എന്താണ് കാര്യം? നിനക്കും ആവശ്യങ്ങളില്ലേ? മക്കളെ പഠിപ്പിക്കണമല്ലോ. ഇല്ല, പറ്റില്ല, ഞാൻ നേരുള്ളവനായിരിക്കും, ഞാൻ വാങ്ങില്ല. കുറേശ്ശെ പറഞ്ഞ് ആ പരിതസ്ഥിതി ഉണ്ടാക്കി നമ്മെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. അത്തരം ജനങ്ങൾ ജോലിസ്ഥലങ്ങളിൽ ഉണ്ടാകും, ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകും, നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകും. അവര് തെറ്റ് ചെയ്തത് പോരാതെ അതേ തെറ്റ് ചെയ്യാൻ നമ്മെയും പ്രേരിപ്പിച്ച് അവരുടെ കൂടെ ചേർക്കാനായിട്ട് ആവുന്നത്ര പലതും ചെയ്യിപ്പിക്കാൻ നോക്കും. ദാവീദ് പറയുന്നു, ഇതുപോലുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യാതെ ഞാൻ അവയൊന്നും ചെയ്യാത്ത വിധത്തിൽ, ദുഷ്പ്രവൃത്തിക്കാരോടൊത്ത് ചേരാത്ത വിധം എന്റെ ഹൃദയത്തെ കാക്കേണമേ. എത്ര നല്ലൊരു പ്രാർത്ഥനയാണല്ലേ? നാമും അങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ ദുഷ്ടന്മാരുടെ കൂടെ കൂടി കുടിക്കുന്നതെന്തിനാണെന്ന് പലരും എന്നോട് ചോദിച്ചാൽ, കൂട്ടുകാരോടൊത്ത് ഒരു തമാശയ്ക്ക് വേണ്ടി കുടിക്കാൻ തുടങ്ങിയതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞാണ് തുടക്കത്തിൽ കുടിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നീട് കുടിച്ച് അതിനടിമയാക്കും. ഇതൊന്ന് കുടിച്ചു നോക്ക്, ഇതൊന്ന് ശ്രമിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്നൊന്ന് വലിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കും. ഇങ്ങനെയൊക്കെ ആരംഭിച്ച് പലരും ആ തെറ്റുകൾക്ക് അടിമയായി മാറാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെന്നെ അകറ്റി കാത്തുകൊള്ളണമേ. വളരെ നല്ലൊരു പ്രാർത്ഥന. നാം ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് കെണികൾ ഉണ്ടാക്കുന്നവരടുത്ത് തന്നെ ഉണ്ടാകുമെന്നർത്ഥം. പരിചയക്കാരായിരിക്കും, അടുത്ത് പെരുമാറിയവരായിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മെ അകറ്റിക്കാക്കുവാൻ നാം പ്രാർത്ഥിക്കണം. നിങ്ങളും അങ്ങനെ ചില കാര്യങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടോ? കെണിയിൽ കുടുങ്ങി വിടിവിക്കപ്പെടാനായി കാത്തിരിക്കുകയാണോ? യേശു നിങ്ങളെ വിടുവിക്കും. ദൈവമേ, ഈ തെറ്റായ സൗഹൃദം കാരണം ഈ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു, എന്നെ വിടുവിക്കണമേ, എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കൂ. ദൈവം തീർച്ചയായും സഹായിക്കും. ഇന്ന് നിന്നെ സഹായിക്കും മകളെ, മകനെ, നിന്നെ സഹായിക്കും. നീ വേണമെന്ന് ചെയ്തതല്ല, നീ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു. നിന്റെ കൂടെയുള്ളവർ നിന്നെ കെണിയിൽ കുടുക്കി വെച്ചു. പക്ഷേ യേശു നിനക്ക് വിമോചനം തരും. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ, മകൻ, മകൾ ഇതുപോലെ കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവ് അവരെ വിടുവിക്കും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദുഷിച്ച കാര്യങ്ങൾ, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന ദുഷ്ടന്മാരോടുകൂടെ ചേർന്ന് ഞാനും ആ പാപം ചെയ്യാതിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. കെണിയിൽ കുടുങ്ങിയ ഈ മകനും മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ വിടുവിക്കണമേ, മോചിപ്പിക്കണമേ. ഈ ദുഷിച്ച മനുഷ്യരുടെ കെണിയിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച് ഇന്നു മുതൽ വിശുദ്ധീകരിച്ച് കാത്തുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.
ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ